നമസ്കാരം. വോളിയം 7 ക്ലീനിങ് മെത്തേഡ്സ് ഓഫ് മെഷീനറി ആൻഡ് ടൂൾസ് എന്ന ടോപ്പിക്കായിരിക്കും ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. ഞാൻ സുരാഗ് ശേഖർ, വൊക്കേഷണൽ ടീച്ചർ, ക്രാഫ്റ്റ് ബേക്കർ കോഴ്സ്, കണിച്ചുകുളങ്ങര സ്കൂൾ. ഇനി നമ്മൾ പവർ പോയിന്റ് പ്രസൻറ്റേഷനിലോട്ട് പോകാം. വോളിയം 7 ക്ലീനിങ് മെത്തേഡ്സ് ഓഫ് മെഷീനറി ആൻഡ് ടൂൾസ്, അതാണ് ഈ ക്ലാസ്സിലെ ടോപ്പിക്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ബേക്കറിയിൽ ക്ലീനിങ് പ്രൊസീജിയർ എങ്ങനെ നമ്മൾ നടത്താം. അതിനെ നമ്മൾ വീക്ക്ലി ടാസ്ക് എന്നും ഡെയിലി ടാസ്ക് എന്നും തിരിക്കും, മന്ത്ലി ടാസ്ക് എന്നും തിരിക്കും. അപ്പോൾ ആ ടാസ്കിനനുസരിച്ചായിരിക്കും സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രൊസീജിയറായ നമ്മുടെ ക്ലീനിങ് പ്രൊസീജിയർ നടപ്പിലാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ വീക്ക്ലി ടാസ്ക് എന്ന് പറയുമ്പം ഓരോ ഏരിയനെയും നമ്മൾ തിരിച്ചിട്ട് അതിനെ ഹെഡ് വൈസായിട്ട്, അതായത് ഡിപ്പാർട്ട്മെൻറ്റ് വൈസായിട്ട് നമ്മളതിനെ ക്ലീൻ ചെയ്യും. ഇപ്പോൾ ഹൂഡ്സ് ആൻഡ് ഫിൽറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അതിനെ വീക്ക്ലിയാണ് ക്ലീൻ ചെയ്യുന്നത്. അപ്പം ഫുഡ് സർവീസ് ഡീഗ്രേസർ സൊല്യൂഷൻ വെച്ചിട്ടാണ് ഇതിനെ നമ്മൾ ഹോട്ട് വാട്ടറിൽ നമ്മൾ ഇതിനെ റിൻസ് ചെയ്ത് സോക്ക് ചെയ്തിട്ട് ആ ഡിറ്റർജൻറ്റ് ഉപയോഗിച്ചിട്ട് ഡീഗ്രീസർ സൊല്യൂഷൻ ഒഴിച്ച് അതിനെ ഹോട്ട് വാട്ടറിൽ നമ്മൾ ഒഴിക്കുകയും അതിനെ നമ്മൾ റിൻസ് ചെയ്യുകയും എന്നിട്ട് എയർ ഡ്രൈ ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. സാധാരണ ഈ ഡോണറ്റും ഈ ഹവൻ്റെ വുഡ്സൊക്കെ അതിൻ്റെ മുകളിലെ ഭാഗമൊക്കെ വീക്ക്ലിയാണ് നമ്മൾ ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ അതിന് ഫുഡ് സർവീസ് ഡീഗ്രീസർ എന്ന് പറയുന്ന സൊല്യൂഷൻ കിട്ടും. ഇനി അടുത്ത ഏരിയയാണ് സ്റ്റോറേജ്, ഷെൽഫിംഗ് ആൻഡ് ഫ്ലോർ പാലറ്റ്സ്. ഈ പ്രോഡക്റ്റൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഷെൽഫിൽ നമ്മൾ വാഷ് ഷെൽഫ്സ്, സ്റ്റോറേജ് ഷെൽഫ്സ് എന്ന് തിരിക്കുന്നുണ്ടല്ലോ. അതിനെ നമ്മൾ ഹോട്ട് ഡിറ്റർജൻറ്റ് വാട്ടർ സൊല്യൂഷൻ കൊണ്ട് നല്ലപോലെ റിൻസ് ചെയ്ത് അതിനെ സാനിറ്റൈസ് ചെയ്യും വിത്ത് ക്വാട്ട് റിൻസ് എന്ന് പറയുന്ന മെത്തഡിൽ കൂടി. ഇനി ഈ പാലറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ, പാലറ്റ്സിനെ നമ്മൾ ഏരിയ തിരിച്ച് അതിനെ മൂവ് ചെയ്യും. എന്നിട്ട് അതിൻ്റെ അടിയിലൊക്കെ ക്ലീൻ ചെയ്തിട്ടാണ് ഈ വീക്ക്ലി ടാസ്കിൽ പൂർത്തീകരിക്കുന്നത്. ഇനി അടുത്ത ഏരിയയാണ് റീച്ച് ഇൻ റിട്ടാർഡേഴ്സ് ആൻഡ് ഫ്രീസേഴ്സ്. ദി ഇൻസൈഡ് ഷുഡ് ബി ക്ലീൻഡ് തറൗളി. ഇപ്പോൾ റിട്ടാർഡേഴ്സും ഫ്രീസറിൻ്റെ ഉള്ളിൽ നമ്മളുള്ള സാധനങ്ങളൊക്കെ പുറത്തെടുത്ത് വെച്ചിട്ട് മെറ്റൽ ഷെൽഫ്സും അതെല്ലാം മാറ്റിയതിന് ശേഷം അതിനെ വാഷ് ചെയ്തിട്ട് സിംഗിൾ വാഷ് ചെയ്തിട്ടാണ് തിരിക്കുന്നത്. ഇവിടെ നമുക്കിത് ഈ പടം നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ ഈ ഈ സാധനമൊക്കെ ഫ്രീസറിലുള്ള സാധനമൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട്. അതേപോലെ ഷെൽഫ്സും ഹൂഡ്സും. അപ്പോൾ ഞങ്ങൾ ചോദിച്ചില്ലേ ഷെൽഫ്സ് എങ്ങനെയാണ്? ഇതാണ് ഈ പടത്തിൽ കാണിക്കുന്നതാണ് ഷെൽഫ്സ്. അതേപോലെ ഹൂഡ്സ് എന്ന് പറഞ്ഞാൽ ചിമ്മിനീൻ്റെ ഹൂഡ്സ്, നമ്മൾ ഈ പുകയടിച്ച് അവൻ്റെ മുകളിലുള്ള ചിമ്മിനി, അതിനെയാണ് നമ്മൾ ഹൂഡ് എന്ന് പറയുന്നത്. HOODS, ഹൂഡ് ആൻഡ് ഫിൽറ്റേഴ്സ്. അപ്പോൾ അതാണ് നമ്മൾ വീക്ക്ലി ടാസ്കിൽ ഉൾപ്പെടുത്തേണ്ടത്. ഇനി വാക്ക്-ഇൻ ഫ്രീസറുണ്ട്, പിന്നെ അതേപോലെ ഷീറ്ററുണ്ട്, പിന്നെ റാക്സ് ഉണ്ട്. ഈ വാക്ക്-ഇൻ ഫ്രീസറിന് ഈ പടത്തിൽ കാണുന്ന പോലെ അകത്ത് കയറി നമ്മളുടെ ഡീപ് ഫ്രീസർ പോലെ ഹോട്ടലിലുള്ള പോലെ തന്നെ ബേക്കറികളിലുണ്ട്. അതേപോലെ ഈ ഷീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പബ്സൊക്കെ ചെയ്യുന്ന ഒരു തരം എക്യുപ്മെൻ്റാണ്. അതേപോലെ റാക്സ്, ഇപ്പോൾ ഈ ഡോണട്ടൊക്കെ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന റാക്സാണ് ഈ പടത്തിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്തരം സ്ഥലങ്ങളിലൊക്കെ നമ്മൾ വീക്ക്ലിയാണ് ക്ലീൻ ചെയ്യുന്നത്. ഓക്കെ, അടുത്ത സ്ലൈഡിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബേക്ക് അവൻസും ഡീപ് ഫ്രയറും റേഞ്ച് ഹുഡ്സും. വീക്ക്ലി സ്പ്രേ ക്ലീനിങ് പ്രൊസീജിയർ എങ്ങനെയെന്ന് വെച്ചാൽ 150 ഡിഗ്രി ഫാരൻഹീറ്റിലാണ് നമ്മളതിനെ പ്രീഹീറ്റ് ചെയ്യുന്നത്. എന്നിട്ട് അതിനെ ഓഫ് ചെയ്യും. എന്നിട്ട് അവൻ സർഫേസസ് വാമായിട്ടിരിക്കുമ്പോൾ തന്നെ അതിനെ സ്പ്രേ ചെയ്യും. ഇൻറ്റീരിയർ വാളിൽ സ്പ്രേ ചെയ്തിട്ട് സ്ട്രോങ് സൊല്യൂഷൻ കൊണ്ട് ഹോട്ട് വാട്ടറിൽ വാഷ് ചെയ്യും. ഫുഡ് സർവീസ് ഡിഗ്രീസർ സൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു സൊല്യൂഷൻ കൊണ്ടാണ് അതിനെ സോക്ക് ചെയ്യും. എന്നിട്ട് ഈ സൊല്യൂഷൻ കുറച്ച് നേരം 5 മിനിറ്റ്സ് അവിടെ വെച്ചേക്കും. എന്നിട്ട് ആ കെമിക്കൽ ക്ലീനിങ് ആക്ഷൻ അവിടെ സംഭവിക്കുന്ന വരെ അതിനെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. എന്നിട്ട് ഈ ബേക്ക്ഡ് ഓൺ ഗ്രീസും കാർബണൈസ്ഡ് ഫുഡ് സോയിലും ഉപയോഗിച്ച് നീഡ് ടു ബി ലൂസൻഡ്. അവിടുത്തെ ഉള്ള ആ സാധനമൊക്കെ
ഒരു ബ്രഷ് കൊണ്ടോ ഒരു സ്ക്രേപ്പർ കൊണ്ടോ അതിനെ ഇളക്കണം. എന്നിട്ട് ഒരു ഡാം ക്ലോത്ത് വെച്ചിട്ടാണ് അതിനെ നമ്മൾ ഡിസോൾവ് ചെയ്ത് ഈ സോയിൽ ലൂസൻ ചെയ്ത സാധനം റിൻസ് ചെയ്ത് നല്ല വാട്ടറിൽ, ക്ലിയർ വാട്ടറിൽ റിൻസ് ചെയ്ത് എയർ ഡ്രൈ ചെയ്യുന്നത്. ഡീപ് ഫ്രയർ ക്ലീനിങ് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഒരു മാനുഫാക്ചർ റെക്കമെൻഡേഷൻസ് പ്രകാരം ആയിരിക്കും ഈ ക്ലീനിങ് ഷെഡ്യൂളും ഈ പ്രൊസീജിയറും നമ്മൾ ചെയ്യുന്നത്. ഇതിൽ ഫിൽറ്ററിങ് ഓയിലും മെയിൻ്റനൻസും ഉൾപ്പെടെയാണ് ഇതിനെ നമ്മൾ ഡീപ് ഫ്രയർ ക്ലീൻ ചെയ്യുന്നത്. ഇത് ഈ പടത്തിൽ കാണാം. ഈ ഡീപ് ഫ്രയറും ബാക്കിയുള്ള ഷെൽഫ്സും അവൻ്റെ ഹീറ്റിംഗ് പ്രൊസീജിയറും 1 2 3 4 5 6 എന്ന് പറഞ്ഞാൽ ആ സ്റ്റെപ്പിൽ ഈ പടത്തിൽ ഡയഗ്രാമിൽ കാണിച്ചിട്ടുണ്ട്. ആദ്യം പ്രീ ഹീറ്റ് ചെയ്യുന്നു, എന്നിട്ട് വാമപ്പ് ഉള്ളപ്പോൾ തന്നെ സ്പ്രേ ചെയ്യുന്നു, എന്നിട്ട് ഈ സാധനം വാഷ് ചെയ്യുന്നു, സോക്ക് ചെയ്യുന്നു, പിന്നെ എയർ ഡ്രൈ ചെയ്യുന്നു. അതേപോലെ ഹൂഡ്, തേർഡ് പോയിൻറ്റ്സായ റേഞ്ച് ഹൂഡ്സ് വിത്ത് റിമൂവബിൾ ഫിൽറ്റേഴ്സും വീക്ക്ലി സ്പ്രേ ആണ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നു വെച്ചാൽ, റേഞ്ച് മസ്റ്റ് ബി കൂൾ എനഫ് ടു പെർമിറ്റ് യുവർ ഹാൻഡ് ടു ടച്ച് എനി പാർട്ട് ഓഫ് ദി ടോപ്പ്. നല്ല തണുത്തിരിക്കുമ്പോൾ തന്നെ ആ റേഞ്ച് തണുത്തിരിക്കുമ്പോൾ മാത്രമേ ക്ലീൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഫിൽറ്റേഴ്സൊക്കെ റിമൂവ് ചെയ്യുക. എന്നിട്ട് അത് ക്ലീൻ ചെയ്യുമ്പം ഡിഷ് വാഷിംഗ് മെഷീൻ ക്ലീൻ ചെയ്യുന്നത് മാനുവൽ മെത്തേഡായിരിക്കും. അപ്പോൾ അതിനൊരു പ്രൊസീജിയറുണ്ട്. എന്നിട്ട് അതിനെ നമ്മൾ സ്പ്രേയർ കൊണ്ട്, നല്ല സ്പ്രേയർ കൊണ്ട് വിത്ത് വാം ഫുഡ് സർവീസ് ഡീഗ്രേസർ സ്പ്രേ ചെയ്യും. എന്നിട്ട് അകത്തും പുറത്തും ഒക്കെ സ്പ്രേ ചെയ്തതിന് ശേഷം, ഫുഡ് സർഫേസ് സ്പ്രേ ചെയ്തതിന് ശേഷം ഈ സോയിൽഡ് ഏരിയാസിൽ നമ്മൾ ഈ പറഞ്ഞ ഗ്രീസ് എവിടെയൊക്കെ ഉണ്ടോ അവിടെ ആ ലൂസനായ സംഭവം ബ്രഷ് കൊണ്ട് നമ്മൾ വാഷ് ചെയ്യും. എന്നിട്ട് ആ ഗ്രീസ് പോകുന്ന വരെ, അതിനെ ഡിസോൾവ് ചെയ്യുന്ന വരെ, ലൂസായി ഡിസോൾവ് ചെയ്യുന്ന വരെ അതിനെ നല്ലപോലെ ഉരച്ച് കഴുകിയിട്ട് ക്ലീൻ ഔട്ട് ചെയ്യും. അപ്പം അങ്ങനെ ഈ വെള്ളം ഒഴിച്ച് നമ്മൾ റിൻസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, അതിൻ്റെ ഇലക്ട്രിക്കൽ ഗാഡ്ജറ്റ്സിൻ്റെ ഇടയിലൊന്നും ഈ വെള്ളം പോകത്തില്ല. എന്നാൽ കൂടിയും അത് ശ്രദ്ധിച്ചോണം. എപ്പോഴും ഈ പറയുന്ന ഹുഡ് വളരെ സെൻസിറ്റീവായ ഏരിയയാണ്. അതുകൊണ്ട് നമ്മൾ ഈ ചാനൽസ് സൂക്ഷിച്ച് വേണം, ഈ ഹുഡിലുള്ള ചാനൽസ് സൂക്ഷിച്ച് വേണം, ഈ ഫിൽറ്ററും എല്ലാം സൂക്ഷിച്ച് വേണം ക്ലീൻ ചെയ്യാൻ. ഫ്ലഷ് ഓഫ് സോയിൽ ആൻഡ് സൊല്യൂഷൻ വിത്ത് ക്ലിയർ ഹോട്ട് വാട്ടർ, അലോ ഇൻസൈഡ് സർഫേസസ് ടു ഡ്രൈ, എയർ ഡ്രൈ ആൻഡ് വൈപ്പ്. എല്ലാ ഈ മുന്നിൽ പറഞ്ഞ എക്യുപ്മെൻസിനെ പോലെ തന്നെ ആണ് ഇത് സോക്ക് ചെയ്ത് റിൻസ് ചെയ്തിട്ടാണ് എയർ ഡ്രൈ ചെയ്യുന്നത്, പുറത്തും അകത്തും. എന്നിട്ട് ആ ക്ലീൻ ഫിൽറ്റേഴ്സ് തിരിച്ച് ഫിൽറ്റർ അതിൽ സ്ഥാപിക്കുക. അടുത്തത് ഡെയിലി ടാസ്ക്കാണ്. ഡെയിലി എന്ത് ചെയ്യും, ബേക്കറിയിൽ എങ്ങനെയാണ് ഈ ക്ലീനിങ് പ്രൊസീജിയർ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ക്ലിയർ ദി ഡെക്സ് എല്ലാം, ഡസ്റ്റ്ബിനെല്ലാം ക്ലിയർ ചെയ്യും. ഇത് ഈ പടത്തിൽ കാണിച്ച പോലെ ഡസ്റ്റ്ബിനെല്ലാം ക്ലിയർ ചെയ്യും, ഡെക്സ് എല്ലാം ക്ലിയർ ചെയ്യും. അതെങ്ങനെ ക്ലിയർ ചെയ്യുന്നത് വെച്ചാൽ, എല്ലാ ട്രാഷ് കണ്ടെയ്നേഴ്സും എംപ്റ്റി ചെയ്യും. എന്നിട്ട് എംപ്റ്റി ബോക്സസ് അതിനെ റീസൈക്കിൾ ചെയ്യും. റിമൂവ് എനി പാക്കേജിങ് സപ്ലൈസ് ആൻഡ് അതർ നോൺ എസെൻഷ്യൽ ഐറ്റംസ് വിത്ത് ബേക്കറി. ഇതാണ് ശരിക്കും ഈ ഡെക്ക് ക്ലിയറൻസിൻ്റെ പ്രൊസീജിയർ. മൾട്ടിപ്പിൾ കമ്പാർട്ട്മെൻറ്റ് സിങ്ക് എന്ന് പറയുന്നത് ഈ പടത്തിൽ കാണിക്കുന്ന പോലെയാണ്, കമ്പാർട്ട്മെൻറ്റാണ്. അത് എങ്ങനെ ക്ലീൻ ചെയ്യുന്നു വെച്ചാൽ, ബിഫോർ യൂസിങ് അറ്റ് ദ എൻഡ് ഓഫ് ദ എവറി വർക്ക് പീരിയഡ് ക്ലീൻ ദ സിങ്ക്, സ്ക്രാപ്പ് ബാസ്ക്കറ്റ്സ് ആൻഡ് സ്പ്ലാഷ് ബാഗ്സ് ആസ് ഫോളോസ്. ആദ്യം എന്താണ് സ്റ്റെപ്പ് 1 എന്ന് പറഞ്ഞാൽ, fill in all sinks to a low level hot solution of liquid detergent. ലിക്വിഡ് ഡിറ്റർജൻറ്റ് നമ്മൾ ഹോട്ട് സൊല്യൂഷനിൽ പറഞ്ഞ സിങ്കിൽ ലോ ലെവലായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. എന്നിട്ട് അതിനെ ബ്രഷ് കൊണ്ട് വാഷ് ചെയ്യുക, പുറത്തും അകത്തും സിങ്ക്. എന്നിട്ട് ഡ്രെയിൻ ചെയ്യുക. എന്നിട്ട് കുറച്ചും കൂടെ ഈ പറഞ്ഞ വെള്ളം ഒഴിച്ച് റിൻസ് ചെയ്യുന്ന ശേഷം സ്പ്രേ ചെയ്ത് ഓൾ കമ്പാർട്ട്മെൻറ്റ്സിനെ നമ്മൾ സാനിറ്റൈസ് ചെയ്താണ് ക്ലീൻ ചെയ്യുന്നത്. ഇനി മിക്സേഴ്സും നീഡേഴ്സും അതിൻ്റെ പടം ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. ഇതാണ് ഈ ഒരാൾ നിൽക്കുന്നില്ല 1 and 2 ഡയഗ്രാമിൽ. ഈ മിക്സർ ഇതും നീഡേഴ്സ് എങ്ങനെ ക്ലീൻ ചെയ്യുന്നു വെച്ചാൽ, അത് വൈപ്പ് ചെയ്യുക. ഓൾ മിക്സസ് ഓരോ പ്രാവശ്യവും ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷവും നമ്മളതിനെ വൈപ്പ് ചെയ്യണം. വൈപ്പ് ചെയ്തതിന് ശേഷമേ അത് വാഷ് ചെയ്യാവൂ. വാഷ് ദി ഹൗസിംഗ് ആൻഡ് ഫ്രെയിം വിത്ത് ലിക്വിഡ് ഡിറ്റർജൻറ്റ്. അതിനെ ലിക്വിഡ് ഡിറ്റർജൻറ്റ് കൊണ്ടാണ്. എന്നിട്ട് അതിനെ നല്ലോണം വാഷ് ചെയ്തിട്ട് സാനിറ്റൈസ് ചെയ്യുക. അതിനെയാണ് നമ്മൾ ക്വാട്ട് റിൻസ് എന്ന് പറയുക. അടുത്തത് വാൾസ് ബിഹൈൻഡ് മിക്സേഴ്സ് ആൻഡ് സിങ്ക്. ഈ വാൾസ് എന്ന് പറയുന്നത് ഈ ഭിത്തിയാണ്. ഇവിടെ കാണിച്ചിരിക്കുന്നത് കണ്ടോ, ഭിത്തി, സാധാരണ ഭിത്തി ബേക്കറിയിലുള്ള. അപ്പോൾ വാൾസ് ഗെറ്റ് പർട്ടിക്കുലർലി സോയിൽഡ് ഇൻ മിക്സിംഗ് ആൻഡ് സിങ്ക് ഏരിയാസ്. ലിക്വിഡ് ഡിറ്റർജൻറ്റ് സൊല്യൂഷനാണ് അതിനെ ഉപയോഗിക്കുന്നത് ക്ലീൻ ചെയ്യാൻ. അത് വെച്ചിട്ട് വൈപ്പ് ചെയ്യണം. എന്നിട്ട് ഡ്രൈ ക്ലോത്ത് വെച്ച്, ക്ലീൻ ടവൽ വെച്ചിട്ട് അതിനെ തുടയ്ക്കുക. ഇനി ഫ്രീസേഴ്സിനെ എങ്ങനെ ക്ലീൻ ചെയ്യുന്നത് വെച്ചാൽ, പുറത്തും അകത്തും ഈ പറഞ്ഞ
വാഷ് ചെയ്തിട്ട് ഹാൻഡിൽസൊക്കെ വാഷ് ചെയ്തിട്ട് ഹോട്ട് ലിക്വിഡ് ഡിറ്റർജൻറ്റ് വെച്ചിട്ടാണ് അതിനെ വാഷ് ചെയ്യുന്നത്. സ്പെഷ്യൽ അറ്റൻഷൻ കൊടുക്കണം. എന്തിനാണെന്ന് വെച്ചാൽ ഈ ഹാൻഡിൽസിൽ ബാക്ക് സൈഡിൽ ഒരു ഹാൻഡിൽസ് ഉണ്ട്. ആ ഹാൻഡിൽസ് നമ്മൾ ഈ പറയുന്ന പോലെ ഹാൻഡിൽസ് ഉണ്ട്. ആ ഹാൻഡിൽസിനെ നമ്മൾ ഈ കയ്യിൽ ഉള്ള ഗ്രീസ് ഹാൻഡിലിൻ്റെ പുറകിലുണ്ടാവും. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്യണം. മൂന്നാമത്തേതാണ് ഡോണറ്റ് ഫ്രയറും സാനിറ്ററി ഡോണറ്റ് മെഷീനും. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നു വെച്ചാൽ ദ ഫ്രയർ ഏരിയ ഷുഡ് ബി പോളിഷ്ഡ് ബൈ ദി പേഴ്സൺ ഫ്രൈയിങ് ദി ഡോണറ്റ്സ്. എന്ന് വെച്ചാൽ ഡോണറ്റ് ഉണ്ടാക്കുന്ന ആൾ തന്നെ ശ്രദ്ധിക്കണം. അപ്പോൾ ഈ എന്തെങ്കിലും ഫുഡ് പാർട്ടിക്കിൾസ് അവിടെ ഉണ്ടെങ്കിൽ അതിനെ സ്ക്രാപ്പ് ചെയ്തിട്ട് ഇൻസൈഡും ആ എഡ്ജും ഒക്കെ മെറ്റൽ സ്ക്രാപ്പർ കൊണ്ട് സ്ക്രാപ്പ് ചെയ്യുക. പിന്നെ വെറ്റ് ടവൽ കൊണ്ട് അതിനെ വൈപ്പ് ചെയ്യുക. എന്നിട്ട് ആ ഫ്രയർ അതിൻ്റെ ലിഡിലും മൂടിയിലും ബോഡി ഓഫ് ദി ഫ്രയറും നല്ലപോലെ തുടയ്ക്കുക. ഇനി ഡോണറ്റ് മെഷീൻ എങ്ങനെ ക്ലീൻ ചെയ്യുന്നത് വെച്ചാൽ സ്ക്രാപ്പ് ചെയ്യുക. അതിലെന്തെങ്കിലും ബാറ്ററോ എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ ഹോട്ട് വാട്ടർ കൊണ്ടാണ് അതിനെ നമ്മൾ ക്ലീൻ ചെയ്യേണ്ടത്. ഈ പറയുന്ന എക്യുപ്മെൻറ്റ്സിലെല്ലാത്തിലും ഗ്രീസ് കാണും. അപ്പോൾ അത് ഡീഗ്രീസർ സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് മാത്രമേ നമ്മൾ അതിനെ ക്ലീൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്താൽ മാത്രമേ ഈ വീക്ക്ലി ടാസ്ക് ആയാലും ശരി ഡെയിലി ടാസ്ക് ആയാലും ശരി ഇത് ഈ എക്യുപ്മെൻറ്റ്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അടുത്തത് വർക്ക് ബെഞ്ച് ടോപ്സ്. ഇതാണ് വർക്ക് ബെഞ്ച് ടോപ്സ്. നമ്മൾ ഈ മാവ് കുഴയ്ക്കാനൊക്കെ ഉപയോഗിക്കുന്നതാണ് വർക്ക് ബെഞ്ച് ടോപ്സ്. അവിടെ ഈ സ്ക്രാപ്പ് ഡൗൺ എന്ന് പറഞ്ഞ സംഭവം വെച്ച് മെറ്റൽ സ്ക്രാപ്പർ വെച്ചിട്ട് ഇതിനെ നമ്മൾ സ്ക്രാപ്പ് ചെയ്യുന്നു. പിന്നെ ബെഞ്ച് ബ്രഷ് വെച്ചു അതിനെ ക്ലീൻ ചെയ്യുന്നു. പിന്നെ ഈ സൊല്യൂഷൻ ലിക്വിഡ് ഡിറ്റർജൻറ്റ് ഹോട്ട് വാട്ടർ കൊണ്ട് അതിനെ വാഷ് ചെയ്യുന്നു, റിൻസ് ചെയ്യുന്നു, സാനിറ്റൈസ് ചെയ്യുന്നു. വർക്ക് ബെഞ്ച് ഷെൽഫ്സ് ലെഗ്സും ഫ്രെയിംസും അതിൻ്റെ കാലുകൾ അതിനെന്ത് ചെയ്യുന്നു വെച്ചാൽ സ്വീപ്പ് ചെയ്ത് ബെഞ്ച് ബ്രഷ് വെച്ച് അതിനെ നല്ലോണം തുടയ്ക്കുക, സ്വീപ്പ് ചെയ്യുക. എന്നിട്ട് ഹോട്ട് ലിക്വിഡ് ഡിറ്റർജൻറ്റ് വെച്ച് ക്ലീൻ ചെയ്യുക. എന്നിട്ട് ടവൽ കൊണ്ട് ഡ്രൈ ക്ലീൻ ടവൽ കൊണ്ട് തുടയ്ക്കുക. അതിൻ്റെ പടം ഇവിടെ തന്നിട്ടുണ്ട് കണ്ടോ, കാലുകളൊക്കെ ക്ലീൻ ചെയ്യുന്നത്. അടുത്തത് സ്പൈസസ് ആൻഡ് സ്കെയിലിംഗ് ബെഞ്ച്. അതാണ് ഈ പടത്തിൽ കാണിച്ചിരിക്കുന്നത്. അവിടെ എന്ത് ചെയ്യുന്നു വെച്ചാൽ വൈപ്പ് ഡൗൺ വിത്ത് എ ക്ലീൻ ടവൽ ആൻഡ് ലിക്വിഡ് ഡിറ്റർജൻറ്റ് സൊല്യൂഷൻ. ഓൾ കണ്ടെയ്നേഴ്സ് ഷുഡ് ബി റിമൂവ്ഡ് ഫ്രം ദി ടോപ്പ് ഓഫ് ദി സ്പൈസ് ക്യാബിൻ. സ്പൈസൊക്കെ എന്ന് പറഞ്ഞാൽ ഏലക്ക, പട്ട, ഗ്രാമൊക്കെ ഈ ബേക്കറിയിൽ ഉപയോഗിക്കുന്നുണ്ട്. അതൊക്കെ ഈ വെക്കുന്ന ഈ ഷെൽഫ്സിനെയാണ് നമ്മൾ ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ ഈ ക്യാബിനറ്റും ഡിറ്റർജൻറ്റ് സൊല്യൂഷനും കൊണ്ട് ക്ലീൻ ചെയ്യുന്നു, അതിനെ റിൻസ് ചെയ്യുന്നു. സ്കെയിലിംഗ് ബെഞ്ചും കാര്യങ്ങളെല്ലാം ഇതേ പറഞ്ഞ പോലെ വർക്ക് ബെഞ്ചും ക്ലീൻ ചെയ്യുന്നു, വൈപ്പ് ചെയ്യുന്നു. അപ്പോൾ അടുത്ത് നമ്മൾ ഡെയിലി ടാസ്കിൽ നമ്മൾ പറയുന്നത് ഇൻഗ്രീഡിയൻസ് ബിൻസാണ്. ഈ കാഷ്യൂനട്ടൊക്കെ ഇട്ട് വയ്ക്കുന്ന പാട്ടകളുണ്ട്. ഇതുണ്ട് ഇതുപോലത്തെ സുൽത്താൻ അതുപോലത്തെ ബിൻസുണ്ട്. അപ്പോൾ ആ ബിൻസിനെ നമ്മളെങ്ങനെ ക്ലീൻ ചെയ്യുന്നു വെച്ചാൽ മെറ്റൽ സ്ക്രാപ്പർ കൊണ്ട് ക്ലീൻ ചെയ്യുന്നു, വെറ്റൽ ടവൽ കൊണ്ട് തുടയ്ക്കുന്നു, എവറി 3 months എംപ്റ്റി ചെയ്യുന്നു. എന്നിട്ട് അതിനെ അകത്തുള്ള സംഭവം എല്ലാം എടുത്ത് മാറ്റി വെച്ചിട്ട് ക്ലീൻ ചെയ്യുന്നു. മൈക്രോവേവ് ഓവൻസും അതേപോലെ എക്സ്റ്റീരിയർ ലിക്വിഡ് ഡിറ്റർജൻറ്റ് കൊണ്ട് ക്ലീൻ ചെയ്യുന്നു. എന്നിട്ട് ലിക്വിഡ് ഡിറ്റർജൻറ്റ് കൊണ്ട് ത്രൂ ഔട്ട് ദ ഡേ നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം അതിനെ റിൻസ് ചെയ്യുന്നു. എന്നിട്ട് സാനിറ്റൈസ് ചെയ്യുന്നു. ക്യാൻ ഓപ്പണർ എന്ന് പറയുന്നത് മാനുവൽ ബെഞ്ച് ടൈപ്പ് ആയിരിക്കും. അതിന് ഇതേ പറഞ്ഞ പോലെ റിമൂവ് ദി ഓപ്പണർ ബൈ ലിഫ്റ്റിംഗ് ദ ഷാങ്ക് ഔട്ട് ഓഫ് ദി ബേസ്. ഇതുപോലെ എടുത്ത് പുറത്ത് വയ്ക്കുക. എന്നിട്ട് ഷാങ്കിനെ നമ്മൾ സോക്ക് ചെയ്യുന്നു വാട്ടർ കമ്പാർട്ട്മെൻറ്റ് സിങ്കിലിട്ടിട്ട്. എന്നിട്ട് സ്ക്രബ് ഓൾ പാർട്സ് ഓഫ് ദി സ്റ്റിഫ് ബ്രിസിൽഡ് ബ്രഷ് ചെയ്യുന്നു, ശരിക്കും ബ്രഷ് ചെയ്യുന്നു. ഗിവ് സ്പെഷ്യൽ അറ്റൻഷൻ ടു ദ ബ്ലേഡ് ഓഫ് ദി ക്യാൻ ഹോൾഡിംഗ് ദി മെക്കാനിസം. നമ്മൾ ഈ ക്ലീൻ ചെയ്യുമ്പോൾ ബ്ലേഡ് പ്രത്യേകം ശ്രദ്ധിക്കുക. ആ ബ്ലേഡിൽ റിഡ്ജും ഈ പറഞ്ഞ റൊട്ടേഷൻ ഉപയോഗിക്കുന്ന സ്ട്രിപ്സ് ഓഫ് മെറ്റലും വിൽ നോട്ട് ഫോൾ ഇൻ ടു ഫുഡ്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ അത് നോക്കുമ്പോൾ ക്ലീൻ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് പ്രശ്നമാകും. അപ്പോൾ ഇത് ക്ലീൻ വാട്ടറും സാനിറ്റൈസും ചെയ്യണം. എന്നിട്ട് ഈ ബേസ് നമ്മളെപ്പോഴും സാനിറ്റൈസിങ് സൊല്യൂഷൻ വെച്ചിട്ട് നമ്മളതിനെ സ്ക്രബ് ചെയ്തതിന് ശേഷം സാനിറ്റൈസിങ് സൊല്യൂഷൻ വെച്ചിട്ട് അതിനെ ക്ലീൻ ചെയ്യുന്നു. എന്നിട്ട് ഈ ലൂബ്രിക്കറ്റ്, ഈ കമ്പനിയിൽ പറയുന്ന ലൂബ്രിക്കറ്റ് ഇതിന് ഈ പറഞ്ഞ മാനുഫാക്ചറർ തരുന്ന വെച്ചിട്ട് ലൂബ്രിക്കൻറ്റ് സപ്ലൈ ചെയ്യണം, എന്നാലേ അത് ഫ്ലെക്സിബിൾ ആകത്തുള്ളൂ. അടുത്ത് പറയുന്നത് ഹാൻഡ് ടൂൾസും മിക്സിംഗ് ബൗൾസും സ്കെയിൽസുമാണ്. ഹാൻഡ് ടൂൾസ് എന്ന് പറയുന്നത് സാധാരണ സ്പാറ്റുലയും വിസ്കസും ഒക്കെയാണ്. അപ്പോൾ അതിനെ നമ്മൾ എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഹോട്ട് വാട്ടർ ഡിറ്റർജൻറ്റ് സൊല്യൂഷൻ കൊണ്ട് ക്ലീൻ ചെയ്യുന്നു. മിക്സിംഗ് ബൗൾസ് അതേപോലെ ലിക്വിഡ് ഡിറ്റർജൻറ്റ് ഉപയോഗിക്കുന്നു, റിൻസ് ചെയ്യുന്നു. സ്കെയിൽസും ഈ പറഞ്ഞ പോലെ ഡിറ്റർജൻറ്റ് സൊല്യൂഷനും സാനിറ്റൈസ് ചെയ്യുന്നു. അടുത്തത് പ്രൂഫർ, റൊട്ടറി അവൻ, ഡെക്ക് അവൻ, ഷീറ്റർ, ഡെക്കറേറ്റിംഗ് സ്റ്റേഷൻ. ഈ മൂന്നും ഈ പറയുന്ന ഈ പടത്തിൽ കാണിച്ചിരിക്കുന്ന ഈ മൂന്നും
നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഹോട്ട് ലിക്വിഡ് ഡിറ്റർജൻ്റാണ് ഉപയോഗിക്കുന്നത്. അതിന് വീക്ക്ലിയാണ് നമ്മൾ ഈ പറയുന്ന 3നും നമ്മൾ ഉപയോഗിക്കുന്നത്. എന്നിട്ട് ഇത് അവസാനം ഐസിങ് ട്യൂബ്സ് ആയാലും ഇതെല്ലാം ക്ലീൻ ചെയ്ത് ഫ്ലോർ ഏരിയയും കേക്ക് സ്റ്റോറേജ് റാക്കും ഈ പറഞ്ഞ പോലെ ക്ലീൻ ക്ലോത്ത് വെച്ച് തുടച്ച് വൃത്തിയാക്കണം. അടുത്തത് ഷോക്കേസ് ആൻഡ് ബാക്ക് ബാർ. അവിടെ ഈ പറഞ്ഞ പോലെ ഈ കേസസിനകത്ത് വെച്ചിരിക്കുന്ന വാം ഡിറ്റർജൻറ്റ് സൊല്യൂഷനും കൊണ്ട് ക്ലീൻ ചെയ്യുന്നു. ഗ്ലാസും സർഫേസ് എല്ലാം പ്രത്യേകം ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യണം. പിന്നെ ഫിക്സ്ചേഴ്സും ഷോക്കേസ് ബോർഡും ഇതേപോലെ ക്ലീൻ ചെയ്യണം. ടെലഫോൺ ഷവേഴ്സ് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, അതിനെ സ്പ്രേ സാനിറ്റൈസ് ചെയ്തിട്ട് ക്വാട്ട് റിൻസ് ചെയ്ത് വൈപ്പ് ചെയ്യണം, ക്ലീനായിട്ട് വൈപ്പ് ചെയ്യണം. ബ്രെഡ് സ്ലൈസറും ഇതേ പറഞ്ഞ പോലെ ഡിറ്റർജൻറ്റ് ഒരു ബക്കറ്റ് നിറച്ച് വെച്ചിട്ട് അതിനെ മുക്കി വെച്ചിട്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് അതിനെ നമ്മൾ ക്ലീൻ ചെയ്ത് സാനിറ്റൈസ് ചെയ്യണം. അങ്ങനെയാണ് ഓരോ എക്യുപ്മെൻറ്റ്സും മെഷീനറിയും ടൂൾസും നമ്മൾ ക്ലീൻ ചെയ്യുന്നത്. ഡ്രെയിൻസും ക്ലീനിങ് ടൂൾസും വാഷ് റൂം ക്ലീനിങ്ങും പറഞ്ഞ പോലെ ഫുഡ് സർവീസ് ഡീഗ്രീസർ ഉപയോഗിച്ച് മൈക്രോ ഡൈജസ്റ്റൻറ്റ് എന്ന് പറയുന്ന സംഭവം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും ക്ലീൻ ചെയ്യുന്നത്. ആദ്യം വാഷ് ചെയ്യുന്നു, പിന്നെ റിൻസ് ചെയ്യുന്നു, സാനിറ്റൈസ് ചെയ്യുന്നു, പിന്നെ എയർ ഡ്രൈ ചെയ്യുന്നു. ഈ പറഞ്ഞ സ്ക്രാപ്പറായാലും ബ്രഷായാലും ടവലായാലും മോപ്പായാലും ബക്കറ്റായാലും ഈ കാണിക്കുന്നതെല്ലാം, ഈ പടത്തിലെല്ലാം ഞാൻ കാണിച്ചിട്ടുണ്ട്. വ്യക്തമായിട്ട് നിങ്ങൾ പഠിക്കാൻ എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് ഈ ഡയഗ്രാം ഉൾപ്പെടെ ഞാനിത് ക്ലിയർ ചെയ്ത് സെറ്റ് ചെയ്ത് പവർ പോയിൻ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ വാഷ്റൂം ക്ലീനിങ് എന്ന് പറയുന്നത് ടോയ്ലറ്റ് റൂമാണ്. അത് ഹാൻഡ് വാഷ് ബേസിൻ. അത് ഞങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഡിറ്റർജൻറ്റ് ഉപയോഗിച്ച് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. അടുത്തത് നെക്സ്റ്റ് റാപ്പിംഗ് സ്റ്റേഷനും ഫ്ലോറുമാണ്. ഈ എപ്പോഴും ലിക്വിഡ് ഡിറ്റർജൻറ്റ് സൊല്യൂഷൻ ഉപയോഗിച്ചാണ് ഇത് രണ്ടും നമ്മൾ ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ സ്വീപ്പ് ഫ്ലോർ തറൗളി ഇൻക്ലൂഡിങ് ദ കോർണറെല്ലാം ബേസ് ബോർഡ് ആയാലും ഇത് ക്ലീൻ ചെയ്യണം. എന്നിട്ട് എക്യുപ്മെൻറ്റ്സ് ക്ലിയർ ചെയ്തതിന് ശേഷം പുറത്തെടുത്ത് വെച്ച് ക്ലീൻ ചെയ്തതിന് ശേഷം ഫ്ലോർ തറവായിട്ട് ഫ്ലോർ ക്ലീനർ കൊണ്ട് അത് ക്ലീൻ ചെയ്യണം. ഹോട്ട് വാട്ടർ റിൻസ് ചെയ്ത് ഗോ ബാക്ക് ഇൻ ടു ദി ഫ്ലോർ. അത് നല്ലപോലെ റിൻസ് ചെയ്തതിന് ശേഷം മോപ്പ് ചെയ്യണം. എന്നിട്ട് അവസാനമാണ് ഈ ഫ്ലോർ നമ്മൾ സാനിറ്റൈസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും നമ്മൾ ഈ പടത്തിൽ വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട്. അടുത്ത് ക്ലീൻ ഇൻ പ്ലേസ് CIP സിസ്റ്റംസ്. വാട്ട് ഈസ് ക്ലീൻ ഇൻ പ്ലേസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ, ഇതൊരു സിസ്റ്റമാണ്, ഓട്ടോമാറ്റിക് മെത്തേഡ് ഓഫ് ക്ലീനിങ് ആണ്. ദി ഇൻറ്റീരിയർ സർഫേസ് ഓഫ് ദി പൈപ്സ്, ടാങ്ക്സ്, ലൈൻസ്, പ്രോസസ് എക്യുപ്മെൻറ്റ്, ഫിറ്റിങ്സ് വിത്തൗട്ട് റിക്വയറിങ് ദി ഓപ്പറേറ്റർ ടു ഡിസംബിൾ ദ എക്യുപ്മെൻറ്റ്. നമ്മൾ ഒരു ഓപ്പറേറ്ററെ വിളിച്ചുകൊണ്ട് വന്ന് ഡിസംബിൾ ചെയ്ത് ആ എക്യുപ്മെൻറ്റ് ഡിസംബിൾ ചെയ്ത് ക്ലീൻ ചെയ്യണമെന്നില്ല. നേരെ മറിച്ച് അവിടെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഈ പറഞ്ഞ മെത്തേഡ് ഓഫ് ക്ലീനിങ്ങിനെയാണ് നമ്മൾ ക്ലീൻ ഇൻ പ്ലേസ് സിസ്റ്റം എന്ന് പറയും. അതിനെ CIP എന്ന് പറയും. അടുത്ത് ക്ലീൻ ഇൻ പ്ലേസ് CIP സിസ്റ്റംസിനെ നമ്മൾ പലതരത്തിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. സിംഗിൾ സർക്യൂട്ട്, 3 സർക്യൂട്ട്, ടാങ്കർ. സിംഗിൾ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഡബിൾ സർക്യൂട്ട് CIP മോഡ്യൂളായിരിക്കും. 3 സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ 4 സർക്യൂട്ട് CIP മോഡ്യൂളായിരിക്കും. അതേപോലെ ടാങ്കർ CIP മോഡ്യൂൾ എന്ന് പറഞ്ഞാൽ ബിവറേജ് CIP മോഡ്യൂളായിരിക്കും. ഇതൊക്കെയാണ് CIP മൊഡ്യൂൾസുകൾ. ഇനി ബെനിഫിറ്റ്സ് ഓഫ് CIP എന്ന് പറഞ്ഞാൽ ക്ലീൻ ഇൻ പ്ലേസ് എന്ന് പറഞ്ഞാൽ ഈ PLC ബേസ്ഡ് ഫുള്ളി ഓട്ടോമേറ്റഡ് CIP സ്റ്റേഷനായിരിക്കും. ഈ പറഞ്ഞ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും കൺട്രോൾസ് എല്ലാ ഇമ്പോർട്ടൻറ്റ് പാരാമീറ്റേഴ്സ് ലൈക്ക് ടൈം, ടെമ്പറേച്ചർ, ഫ്ലോ, കോൺസെൻട്രേഷൻ ഇതെല്ലാം ഒറ്റ കൺട്രോളിലായിരിക്കും. പിന്നെ വളരെ ഈസി ആയിട്ട് നമുക്കിതിനെ ഓപ്പറേറ്റ് ചെയ്യാം. ഒരു ഓപ്പറേറ്റർ സ്കില്ല് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വേണം. പിന്നെ ആസിഡ്, വാട്ടർ, സ്റ്റീം കൺസപ്ഷൻ എല്ലാം കുറവായിരിക്കും. പിന്നെ ഹൈജീൻ റിക്വയർമെൻറ്റ്, ഫുഡ് ഇൻഡസ്ട്രിയിൽ വേണ്ടിയ ഹൈജീൻ റിക്വയർമെൻറ്റ് ഇവിടെയും ഈ ക്ലീൻ ഇൻ പ്ലേസ് സിസ്റ്റത്തിൽ കിട്ടും. റിലയബിൾ കോമ്പണൻസ് ആണ്. ഫ്ലെക്സിബിൾ ഓഫ് എക്സ്പാൻഷൻ ആൻഡ് കണക്ടിവിറ്റി ടു എക്സിസ്റ്റിംഗ് ഓട്ടോമാറ്റിക് സിസ്റ്റം എന്ന് വെച്ചാൽ അത് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. പിന്നെ ക്വിക്ക് ഇൻസ്റ്റാളേഷനും നടക്കും. ഈ അപ്ലിക്കേഷൻസ് എവിടെയൊക്കെയാണെന്ന് വെച്ചാൽ വെസൽസ്, പ്രോഡക്റ്റ് ട്രാൻസ്ഫർ ലൈൻസ്, ഫില്ലേഴ്സ്, മിക്സേഴ്സ്, ബ്ലെൻഡേഴ്സ്, ഡ്രയേഴ്സ്, വാറ്റ്സ്, ഹോമോജിനൈസേഴ്സ്. ഈ കോമ്പണൻസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ടാങ്ക്സ്, സെൻട്രിഫ്യൂഗൽ സപ്ലൈ പമ്പ്, സക്ഷൻ, റിട്ടേൺ വാൾവ്സ്, പൈപ്പിംഗ്, ഡിസ്ചാർജ് ട്രെയിനർ, ഷെൽ ആൻഡ് ട്യൂബ് ഹീറ്റ് എക്സ്ചേഞ്ചർ, ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് ഓട്ടോമാറ്റിക് കൺട്രോൾസ്, കെമിക്കൽ ഫീഡ് എക്യുപ്മെൻറ്റ്സ്. ഇവിടെയൊക്കെ നമുക്ക് ഈ ക്ലീൻ ഇൻ പ്ലേസ് സിസ്റ്റം
കോമ്പനൻസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അടുത്ത് ക്ലീൻ ഔട്ട്, ഇതേപോലെ ക്ലീൻ ഔട്ട് ഓഫ് പ്ലേസ് എന്ന് പറയുന്ന സംഭവമാണ്. അതെന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഡെഫിനിഷൻസ് മെത്തേഡ് ഓഫ് ക്ലീനിങ് എക്യുപ്മെൻറ്റ് ഐറ്റംസ് ബൈ റിമൂവിങ് ദം ഫ്രം ദെയർ ഓപ്പറേഷണൽ ഏരിയ ആൻഡ് ടേക്കിംഗ് ദം ടു എ ഡിസൈൻഡ് ക്ലീനിങ് സ്റ്റേഷൻ ഫോർ ക്ലീനിങ്. It requires dismantling of an apparatus, washing it in a central washing area, using an automated system and checking it at reassembly. അതായത് നമ്മൾ ക്ലീനിങ് പ്ലേസിൽ ഒന്നും ഡിസംബിൾ ചെയ്യുന്നില്ല, ഇതിൽ പക്ഷേ ഡിസംബിൾ ചെയ്യുന്നുണ്ട്. അതാണ് വ്യത്യാസം. അത് എടുത്തിട്ട് സെപ്പറേറ്റ് ഒരു സിങ്കിൽ വെച്ചിട്ട് അതിൽ ഡിറ്റർജൻറ്റ് സൊല്യൂഷൻ ഉപയോഗിച്ച് അത് ക്ലീൻ ചെയ്ത് റിൻസ് ചെയ്ത് സാനിറ്റൈസ് ചെയ്ത് പിന്നെ വീണ്ടും അതിനെ അസംബിൾ ചെയ്യും. അതാണ് വ്യത്യാസം. അപ്പോൾ വാട്ട് ഈസ് COP പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എ കീ പാർട്ട് ഓഫ് എ സേഫ് ഫുഡ് മാനുഫാക്ചറിങ് ക്ലീനിനെസ് വിച്ച് ഇസ് വൈ സോളിഡ് ക്ലീനിങ് ഇൻ പ്ലേസ് ആൻഡ് ക്ലീനിങ് ഔട്ട് ഓഫ് പ്ലേസ് സിസ്റ്റംസ് ആർ എസെൻഷ്യൽ. ഈ രണ്ട് സിസ്റ്റമും ഉപയോഗിച്ചാൽ മാത്രമേ നമ്മളുടെ ഈ മെഷീനറിയും മറ്റ് ടൂളും വളരെ സീരിയസ് ആയിട്ട് ഈ പറഞ്ഞ ഗൗരവമായിട്ട് ഈ മെത്തേഡ് ഉപയോഗിച്ച് ക്ലീനിങ് മെത്തേഡ് ഉപയോഗിച്ച് HACCP പറയുന്ന പ്രകാരം ടേംസ് പ്രകാരം നമുക്ക് ഫുഡ് ഇൻഡസ്ട്രി ബേക്കറി വളരെ ഹൈജീനിക്കായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ COP CAP എന്ന് പറഞ്ഞാൽ COP സിസ്റ്റത്തിൽ ക്ലീൻ സ്മോൾ പീസസ് ഓഫ് എക്യുപ്മെൻ്റ് ആണ് that could be touched by a CIP system. CIP systems clean and sanitize hard to reach interior surfaces of full process equipment and structures. These systems are used in bakeries and milk processing facility. A cleaning program shall remove food residues and dirt which are of source of contamination. ഇത് കണ്ടാമിനേഷൻ ഉണ്ടാവും ഈ അഴുക്കും ഇതൊന്നും ക്ലീൻ ചെയ്യാതെ പോയാൽ. അപ്പം പീരിയോഡിക് ആയിട്ട് COPയും CIPയും ഉപയോഗിച്ചിട്ടാണ് ഈ പറയുന്ന ഫുഡ് ഇൻഡസ്ട്രിയിൽ, ഈ ബേക്കറി പോലത്തെ ഫുഡ് ഇൻഡസ്ട്രിയിൽ വളരെ ഇമ്പോർട്ടൻറ്റ് റോൾ അതിനെ വഹിക്കുന്നത്. താങ്ക് യു. ഇന്നത്തെ എപ്പിസോഡ് വോളിയം 7 ക്ലീനിങ് മെത്തേഡ്സ് ഓഫ് മെഷീനറി ആൻഡ് ടൂൾസ് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. നന്ദി, നമസ്കാരം.